ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിൽ എങ്ങനെയാണ് ജീൻ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യുന്നു എന്നത് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ദ ലാക്ക് ഓപ്പറോൺ. ലാക്ക് ഓപ്പറോൺ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത് ഫ്രാൻസിസ് ജേക്കബ് ആൻഡ് ജാക്യു മൊണാർഡ് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുമാർ 1961 ഈ ഒരു ലാക്ക് ഓപ്പറോൺ എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ ജീൻ എക്സ്പ്രഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഫ്രാങ്കോയിസ് ജേക്കബ് ആൻഡ് ജാക്യു മൊണാർഡ് വെയർ ദ ഫസ്റ്റ് ടു എക്സ്പ്ലെയിൻ regulation of gene expression at a transcriptional level. In lac operon, lac refers to lactose. ഇപ്പോൾ ഇവിടെ ലാക്ക് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫോം ആണ്. എന്തിൻ്റെ ഷോർട്ട് ഫോം ആണ്? ലാക്ടോസിൻ്റെ ഷോർട്ട് ഫോം ആണ്. എ പോളിസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻ. ഇപ്പോൾ പോളിസിസ്ട്രോൺ എന്താണെന്ന് അറിയാമായിരിക്കും അല്ലേ? ഒരു പർട്ടിക്കുലർ മെറ്റബോളിക് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്ന സെറ്റ് ഓഫ് ജീൻസിനെയാണ് നമ്മൾ സിസ്ട്രോൺ എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ആ സിസ്ട്രോണിൽ ഒന്നിലധികം ജീനുകൾ ഉൾപ്പെടുന്നുവെങ്കിൽ അതിന് നമ്മൾ പോളിസിസ്ട്രോണിക് mRNA എന്ന് വിളിക്കും. അപ്പോൾ ഈ ലാക് mRNA എന്ന് പറയുന്നത് ഒരു പോളിസിസ്ട്രോണിക് mRNA ആണ്. കാരണം ഇത് കോഡ് ചെയ്യുന്നത് ഒന്നിലധികം പ്രോട്ടീൻസ് ഉണ്ട്. 3 പ്രോട്ടീൻസിനെ ഇവിടെ കോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു പോളിസിസ്ട്രോണിക് mRNA ആണ്. The lac operon, a polycistronic structural gene, is regulated by a common promoter gene and regulatory gene. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറൽ ജീന് ZYA എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറൽ ജീന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഏത് സമയത്ത് പ്രൊഡക്ഷൻ നടക്കണം, ഏത് സമയത്ത് അത് പ്രൊഡക്ഷൻ വേണ്ട എന്നതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് മെയിനായിട്ടിവിടെ 2 ജീനുകളുണ്ട്. ആ 2 ജീനുകളെ പറയുന്ന പേരാണ് ഈ കാണുന്ന പ്രൊമോട്ടർ ജീൻ ആൻഡ് ഓപ്പറേറ്റർ ജീൻ ആൻഡ് റെഗുലേറ്റർ ജീൻ. 3 ജീനുകളുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. മെയിനായിട്ടിവിടെ 2 ജീനുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഓപ്പറേറ്റർ ജീൻ ആൻഡ് റെഗുലേറ്ററി ജീൻ. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ എ മെറ്റബോളിക് റിയാക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ എ സെറ്റ് ഓഫ് ജീൻസ് ഈസ് റെഫേർഡ് ടു ആസ് ഓപ്പറോൺ. ഒരു മെറ്റബോളിക് റിയാക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസിനെയാണ് നമ്മൾ ഓപ്പറോൺ എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഓപ്പറോണിന് എക്സാമ്പിളാണ് ലാക്ക് ഓപ്പറോൺ. ലാക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ മനസ്സിലാക്കി ലാക്ടോസിൻ്റെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ ലാക്ടോസിൻ്റെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഓപ്പറോൺ ആണ് ലാക്ക് ഓപ്പറോൺ. TRP ഓപ്പറോൺ എന്ന് പറയുന്നത് ട്രിപ്റ്റോഫാൻ്റെ മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നതാണ്. അര ഓപ്പറോൺ എന്ന് പറയുന്നത് അരബിനോസ് എന്ന് പറയുന്ന ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്ന മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന ഓപ്പറോണാണ്. ഹിസ്റ്റഡീനെ കൺട്രോൾ ചെയ്യുന്ന ഓപ്പറോണാണ് ഹിസോപ്പറോൺ. വാലൈനെ കൺട്രോൾ ചെയ്യുന്ന ഓപ്പറോണാണ് വാൽ ഓപ്പറോൺ. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ഒരു പ്രത്യേക മെറ്റബോളിക് റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്ന സെറ്റ് ഓഫ് ജീൻസ് വരുന്ന ഓപ്പറോണിന് എക്സാമ്പിളാണ് ഇതെല്ലാം. എ മെറ്റബോളിക് റിയാക്ഷൻ ഈസ് controlled by a set of genes is referred to as operon. Examples of operon: lac operon, TRP operon, ARA operon, hisoperon, val operon. അപ്പോൾ ഇത് ലാക്ക് ഓപ്പറോണിനെ കുറിച്ച് പറയുമ്പോൾ ലാക്ടോസ് ഈസ് ദ സബ്സ്ട്രേറ്റ് ഫോർ ദ എൻസൈം ബീറ്റ ഗാലക്ടോസിഡേസ് ആൻഡ് ഇറ്റ് റെഗുലേറ്റ്സ് സ്വിച്ചിങ് ഓൺ ആൻഡ് ഓഫ് ഓഫ് ദ ഓപ്പറോൺ. ഇപ്പോൾ ഓപ്പറോൺ എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് ഓഫ് ജീൻസിന്, ലാക്ടോസിന് മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്ന സെറ്റ് ഓഫ് ജീൻസിനെ അത് ആക്ടിവേറ്റ് ചെയ്യുന്ന മെക്കാനിസത്തിൽ അതിൻ്റെ ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് ലാക്ടോസ്. ലാക്ടോസ് ഈസ് ദ സബ്സ്ട്രേറ്റ് ഫോർ ദ എൻസൈം ബീറ്റ ഗാലക്ടോസിഡേസ്. നേരത്തെ കണ്ടു ലാക്ടോസ് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം അതിനെ ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റുന്നു. അതായത് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സബ്സ്ട്രേറ്റ് ആണ് ലാക്ടോസ്. ഈ ലാക്ടോസ് തന്നെയാണ് ഈ ജീനിനെ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഓപ്പറോണിനെ ഓണും ഓഫും ആക്കി മാറ്റുന്നത്. ലാക്ടോസിൻ്റെ പ്രസൻസിൽ ആ ഓപ്പറോൺ ഓൺ ആകുന്നു, ലാക്ടോസിൻ്റെ ആബ്സെൻസിൽ ആ ഓപ്പറോൺ ഓഫ് ആകുന്നു. In the absence of glucose, if lactose is provided in the growth medium of the bacteria, the lactose is transported into the cells through the action of permease. അതായത് ഗ്ലൂക്കോസ് ഇല്ലാത്ത ഒരു മീഡിയത്തിലാണ് ഈ ബാക്ടീരിയ, ഈ കോളി ബാക്ടീരിയയെ
കൾച്ചർ ചെയ്യുന്നതെങ്കിൽ എന്നിട്ട് നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നു? ലാക്ടോസിനെ കൊടുക്കുന്നു. ഗ്ലൂക്കോസ് ഇല്ല ഈ മീഡിയത്തിൽ, പക്ഷേ ലാക്ടോസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ലാക്ടോസ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ദ സെൽസ് ത്രൂ ദ ആക്ഷൻ ഓഫ് പെർമിയേസ്. ഇപ്പോൾ ഗാലക്ടോസൈഡ് പെർമിയേസ് എന്ന് പറയുന്ന ഒരു എൻസൈമിൻ്റെ സഹായത്താൽ ഈ മീഡിയത്തിൽ നിന്നും എന്ത് ചെയ്യും? ലാക്ടോസിനെ ഇതിനകത്തേക്ക് കടത്തിവിടും. ദ ലാക്ടോസ് ദെൻ ഇൻഡ്യൂസസ് ദ ഒപ്പറോൺ. ലാക്ടോസ് പിന്നെ ഒപ്പറോണിനെ ഓണാക്കും. ഇനി എന്തൊക്കെയാണ് ലാക്ടോപ്പറോണിൻ്റെ കമ്പോണൻസ് എന്ന് നോക്കാം. കമ്പോണൻസ് ഓഫ് ലാക്ടോപ്പറോൺ. റെഗുലേറ്ററി ജീൻ. റെഗുലേറ്ററി ജീൻ, ഇപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്ന ഒരു ലെറ്ററിൽ ഇവിടെ കുറേ ഇതാണ് നമ്മുടെ ലാക് ഒപ്പറോൺ എന്ന് ചിന്തിക്കുക. ഈ ഒരു നൈട്രജൻ ബേസ് സീക്വൻസുകൾ ചേർന്ന് ഇത്രയും സീക്വൻസുകൾ ചേർന്നതാണ് ലാക്ടോസ് മെറ്റബോളിസത്തിന് സഹായിക്കുന്ന ജീനുകളുടെ കൂട്ടമെന്ന് കരുതുക. അപ്പോൾ അതിൽ ഈ ഏരിയയിൽ ഇത്രയും ഏരിയയിൽ വരുന്ന ജീനുകൾ അതിനെ ഐ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ജീൻ ഇൻഹിബിറ്റർ എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഐ കൊടുത്തിരിക്കുന്നത്. ഐ എന്ന് പറയുന്ന ഈ സെറ്റ് ഓഫ് ജീൻസ്, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് റെഗുലേറ്ററി ജീൻ. റെഗുലേറ്ററി ജീൻ ഓർ ഐ ജീൻ. ഇവിടെയാണ് ശരിക്കും ഈ ഒരു കൺട്രോളിംഗ് മെക്കാനിസം അല്ലെങ്കിൽ ഇൻഹിബിഷൻ മെക്കാനിസം ഇരിക്കുന്നതുകൊണ്ട് ഈ ജീനിനെ ഐ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. റെഗുലേറ്ററി ജീൻ പ്രൊഡ്യൂസസ് ദ റിപ്രസർ പ്രോട്ടീൻ. ഈ ഇരിക്കുന്ന ജീനാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് റിപ്രസർ പ്രോട്ടീൻ. റിപ്രസർ പ്രോട്ടീൻ എന്നാണ് ഈ റെഗുലേറ്ററി ജീനിൽ നിന്നും ഉണ്ടാകുന്ന പ്രോട്ടീനെ വിളിക്കുന്ന പേര്. ഇനി അടുത്ത കമ്പോണൻ്റാണ് പ്രൊമോട്ടർ ജീൻ. പി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്ന പ്രൊമോട്ടർ ജീൻ. പ്രൊമോട്ടറിൻ്റെ പി എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ പോളിമറൈസ് എന്നുള്ള വാക്കിൽ നിന്നാണ്. എന്ത് പോളിമറൈസ് ആണ്? RNA പോളിമറൈസ്. അപ്പോൾ ഇതിൽ നിന്നും mRNA ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള എൻസൈമാണ് RNA പോളിമറൈസ്. RNA പോളിമറൈസ് ഈ പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഇതിൽ നിന്നും mRNA സിന്തസിസ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഈ റീജിയനെ വിളിക്കുന്ന പേര് പ്രൊമോട്ടർ ജീൻ എന്ന് വിളിക്കും. It is the region in which RNA polymerase binds. ഓപ്പറേറ്റർ ജീൻ അടുത്ത സെക്ഷനാണ് ഓപ്പറേറ്റർ ജീൻ. ഇവിടെ ഇരിക്കുന്ന ഈ ഗ്രൂപ്പ് ഓഫ് ജീൻസിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റർ ജീൻ. ഇറ്റ് ഈസ് ദ റീജിയൻ ഇൻ വിച്ച് റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ്സ്. റെഗുലേറ്ററി ജീൻ സിന്തസൈസ് ചെയ്യുന്ന റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ് ചെയ്യുന്ന റീജിയനാണ് ഓപ്പറേറ്റർ റീജിയൻ. ഇനി അടുത്തതാണ് സ്ട്രക്ചറൽ ജീൻസ്. ZYA എന്നുള്ള പേരിലൂടെ കൊടുത്തിട്ടുണ്ട്. Structural gene transcribe into lac mRNA and it is translated into lac proteins. അപ്പോൾ ഈ ZYA എന്ന് പറയുന്ന ഈ സ്ട്രക്ചറൽ ജീൻസിൽ നിന്നാണ് ലാക് mRNA, ലാക്ടോസ് മെറ്റബോളിസത്തിൻ്റെ mRNA പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആ mRNA ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ലാക് പ്രോട്ടീൻസ് ഉണ്ടാകുന്നത്. ആ ലാക് പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ബീറ്റ ഗാലക്ടോസിഡേസ്, പെർമിയേസ് ആൻഡ് ട്രാൻസ്അസറ്റിലേസ്. അങ്ങനത്തെ 3 എൻസൈമാണ് ഇതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ZYA എന്നീ പേരിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഈ ജീനുകൾ നിന്നും ഉണ്ടാകുന്ന mRNAയിൽ നിന്നും ഉണ്ടാകുന്ന പ്രോട്ടീനാണ് ബീറ്റ ഗാലക്ടോസിഡേസ്, പെർമിയേസ് ആൻഡ് ട്രാൻസ്അസറ്റിലേസ്. ഇനി ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ കൂടെ നോക്കാം. Z ജീൻ കോഡ്സ് ഫോർ ബീറ്റ ഗാലക്ടോസിഡേസ്. Z ജീന് കോഡ് ചെയ്യുന്നത് ബീറ്റ ഗാലക്ടോസിഡേസ് ആണ്. അല്ലെങ്കിൽ Z ജീനിൽ നിന്നും ഉണ്ടാകുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് ബീറ്റ ഗാലക്ടോസിഡേസ് ആണ്. എന്താ അതിൻ്റെ ഫംഗ്ഷൻ എന്നും നേരത്തെ പറഞ്ഞു. ഇറ്റ് കൺവേർട്സ് ദ ഡൈസാക്കറൈഡ് ലാക്ടോസ് ഇൻറ്റു ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്. ഇത് ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റും. നേരത്തെ പറഞ്ഞു ലാക്ടോസിനെ ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റുന്ന എൻസൈമാണ് ബീറ്റ ഗാലക്ടോസിഡേസ്. അത് സിന്തസൈസ് ചെയ്യുന്നത് Z ജീനാണ്. ദ Y ജീൻ കോഡ്സ് ഫോർ പെർമിയേസ്. പെർമിയേസ് ഇൻക്രീസസ് പെർമിയബിലിറ്റി ഓഫ് ദ സെൽ ടു ബീറ്റ ഗാലക്ടോസിഡേസ്. ഇപ്പോൾ ബീറ്റ ഗാലക്ടോസിഡേസിനെ സെല്ലിനകത്തേക്ക് കടത്തിവിടാനുള്ള സെല്ലിൻ്റെ പെർമിയബിലിറ്റി കൂട്ടുന്ന സാധനമാണ് പെർമിയേസ് എന്ന് പറയുന്ന എൻസൈം. ലാസ്റ്റിൽ A ജീൻ കോഡ്സ് ഫോർ ട്രാൻസ്അസറ്റിലേസ്. അപ്പോൾ Z ജീനിൽ നിന്നും ബീറ്റ ഗാലക്ടോസിഡേസ് ഉണ്ടാകുന്നു, Y ജീനിൽ നിന്നും പെർമിയേസ് ഉണ്ടാകുന്നു,
എ ജീനിൽ നിന്നും ട്രാൻസ് അസറ്റിലേസ് എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാകുന്നു. അപ്പോൾ ഈ 3 പ്രോട്ടീനുമാണ് ലാക്ടോസ് മെറ്റബോളിസത്തിന് അത്യാവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ്. ഇനി എങ്ങനെയാണ് ലാക്ടോസ് അല്ലെങ്കിൽ ലാക്കോപ്പറോൺ അത് ലാക്ടോസിൻ്റെ പ്രസൻസിലും ലാക്ടോസിൻ്റെ ആബ്സെൻസിലും അത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ലാക്കോപ്പറോൺ ഇൻ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ. ഇപ്പോൾ ലാക്ടോസ് ഇല്ലാത്ത ഒരു മീഡിയത്തിൽ ഈക്കോളി ബാക്ടീരിയയെ കൾച്ചർ ചെയ്യുകയാണെങ്കിൽ ആ ഒപ്പറോൺ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഇൻ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ നമുക്കറിയാം റെഗുലേറ്ററി ജീൻ, പ്രൊമോട്ടർ ജീൻ, ഓപ്പറേറ്റർ ജീൻ, സ്ട്രക്ചറൽ ജീൻ. ഇത്രയുമാണ് ഈ 4 പാർട്ടുകളാണ് ഒരു ഒപ്പറോണിൻ്റെ അല്ലെങ്കിൽ ലാക്കോപ്പറോണിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത്. റെഗുലേറ്ററി ജീനിൽ നിന്നും ആരുണ്ടാകും? റിപ്രസർ mRNA ഉണ്ടാകും. റെഗുലേറ്റർ ജീന് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് ഉണ്ടാകുന്ന mRNAയെ വിളിക്കുന്ന പേരാണ് റിപ്രസർ mRNA. ഇനി ഈ റിപ്രസർ mRNA അടുത്ത പ്രോസസ്സിന് വിധേയമാകുന്നു. എന്താണ്? ട്രാൻസ്ലേഷൻ പ്രോസസ്സ്. mRNAയിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ്. ഇപ്പോൾ റിപ്രസർ mRNA ട്രാൻസ്ലേഷൻ നടന്നിട്ട് ആരുണ്ടാകുന്നു? റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകുന്നു. റിപ്രസർ mRNA ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകുന്നു. ഇവിടെ റെഗുലേറ്ററി ജീൻ ട്രാൻസ്ക്രൈബ്സ് ഇൻറ്റു റിപ്രസർ mRNA, റിപ്രസർ mRNA ട്രാൻസ്ലേറ്റ്സ് ഇൻറ്റു റിപ്രസർ പ്രോട്ടീൻ. ഇനി ഈ റിപ്രസർ പ്രോട്ടീൻ എന്താ ചെയ്യുന്നത് നോക്കിക്കേ. ഈ റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ്സ് ടു ദ ഓപ്പറേറ്റർ റീജിയൻ. റിപ്രസർ പ്രോട്ടീൻ എവിടെ പോയി ബൈൻഡ് ചെയ്യുന്നു? ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ റെഗുലേറ്ററി ജീന് റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യും. റിപ്രസർ mRNA ട്രാൻസ്ലേഷന് വിധേയമാകും. റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകും. ഈ റിപ്രസർ പ്രോട്ടീൻ ബൈൻഡ്സ് ടു ദ ഓപ്പറേറ്റർ റീജിയൻ. ഓപ്പറേറ്റർ റീജിയനിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ബൈൻഡിങ് കൊണ്ട് എന്താ പ്രശ്നം ഉണ്ടാകുന്നത്? RNA polymerase enzyme. RNA polymerase enzyme cannot bind to the promoter region. This binding prevents the RNA polymerase binding to the promoter region. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റർ റീജിയനിൽ റിപ്രസർ പ്രോട്ടീൻ ഇരിക്കുന്നത് കാരണം ഈ പ്രൊമോട്ടർ റീജിയനിൽ RNA പോളിമറേസിന് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. RNA പോളിമറേസ് ഇവിടെ ബൈൻഡ് ചെയ്യപ്പെട്ടിരുന്നു എങ്കിൽ ഇവിടെ പോളിമറൈസേഷൻ നടക്കും. സ്ട്രക്ചറൽ ജീൻസ് ഇവിടെ ഉണ്ടാകും. സ്ട്രക്ചറൽ ജീൻസ് ഇവിടെ ഉണ്ട്. സ്ട്രക്ചറൽ ജീൻസിൽ നിന്നും ലാക്ക് mRNA ഉണ്ടാകും. അപ്പോൾ ഇവിടെ ആരാ അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നത്? ഈ റിപ്രസർ പ്രോട്ടീനാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. റിപ്രസർ പ്രോട്ടീൻ ഈ പോളിമറൈസിനെ ഇവിടെ ബൈൻഡ് ചെയ്യാൻ അനുവദിക്കില്ല. ഇതിവിടെ ഇരിക്കുന്നത് തടസ്സമാണ്. ആർക്ക് തടസ്സമാണ്? RNA പോളിമറൈസിന് തടസ്സമാണ്. എന്തിന് തടസ്സമാണ്? ഈ പ്രോട്ടീൻ അല്ലെങ്കിൽ ഈ ഒരു mRNA സിന്തസിസ് നടത്താൻ തടസ്സമാണ്. RNA പോളിമറൈസിന് ഈ ജീനിൻ്റെ പുറത്തുകൂടെ മൂവ് ചെയ്യാൻ പറ്റില്ല. പോളിമറൈസേഷൻ നടത്താൻ പറ്റില്ല. ട്രാൻസ്ക്രിപ്ഷൻ നടത്താൻ പറ്റില്ല. ആ രീതിയിലൂടെ റിപ്രസർ പ്രോട്ടീൻ ബ്ലോക്ക് ചെയ്തിരിക്കും. Thus the transcription of the structural gene is prevented. ട്രാൻസ്ക്രിപ്ഷൻ പ്രിവെന്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്തൊക്കെയാ പോയിന്റ്സ് ഒന്നുകൂടെ നോക്കാം. റെഗുലേറ്ററി ജീൻ ട്രാൻസ്ക്രൈബ്സ് ഇൻറ്റു റിപ്രസർ mRNA. അപ്പോൾ ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിൽ, ഇൻഡ്യൂസർ എന്ന് പറഞ്ഞാൽ ലാക്ടോസ് ആണ് ഇൻഡ്യൂസർ. ആ ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിൽ ഈ ജീന് ട്രാൻസ്ക്രിപ്ഷൻ നടക്കേണ്ട ആവശ്യമില്ല. അതിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യം എന്താ സംഭവിക്കുക? റെഗുലേറ്ററി ജീനിൽ നിന്നും ആരുണ്ടാകും? റിപ്രസർ mRNA ഉണ്ടാകും. റിപ്രസർ mRNA ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? റിപ്രസർ പ്രോട്ടീനായിട്ട് മാറും. റിപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യും? ബൈൻഡ്സ് ടു ദ ഓപ്പറേറ്റർ റീജിയൻ. ഇവിടെ പോയി ബൈൻഡ് ചെയ്യും. ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യും. ദിസ് ബൈൻഡിങ് പ്രിവെൻറ്റ്സ് ദ RNA പോളിമറൈസ് ബൈൻഡിങ് ടു ദ പ്രൊമോട്ടർ റീജിയൻ. ഈ ബൈൻഡിങ് കാരണം RNA പോളിമറൈസ് പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യപ്പെടുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. Thus the transcription of the structural gene is prevented. ട്രാൻസ്ക്രിപ്ഷൻ പ്രിവെന്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിൽ എങ്ങനെയാണ് ഈ ഒപ്പറോൺ വർക്ക് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു സ്ട്രക്ചറൽ ജീന് ട്രാൻസ്ക്രിപ്ഷൻ ലെവലിൽ കൺട്രോൾ ചെയ്യുകയാണ്. ട്രാൻസ്ക്രിപ്ഷൻ ലെവലിൽ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ അറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ, അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ലാക്കോപ്പറോൺ. അപ്പോൾ ഇവിടെ ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇൻഡ്യൂസർ പ്രസന്റ് ആണെങ്കിലെന്നുള്ളത് അതിന് മുമ്പ് ഈ ഡയഗ്രം കൂടി ഒന്ന് പരിചയപ്പെടാം. ടെക്സ്റ്റ് ബുക്ക് ഡയഗ്രമാണ്.
ഇവിടെ റിപ്രസർ mRNA പ്രൊഡ്യൂസ് ചെയ്യുന്നു. റിപ്രസർ mRNAയിൽ നിന്നും റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകുന്നു. റിപ്രസർ പ്രോട്ടീൻ binds to the operator region. So what happens? RNA polymerase cannot bind to the promoter region. So the transcription of the structural mRNA is prevented. Repressor binds to the operator region and prevents RNA polymerase from transcribing the operon. This is inducer in the absence. Inducer in the presence. Lack of operon in presence of inducer. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റെഗുലേറ്ററി ജീനിൽ നിന്നും റിപ്രസർ mRNA ഉണ്ടാകുന്നു. റിപ്രസർ mRNAയിൽ നിന്നും റിപ്രസർ mRNA ട്രാൻസ്ലേഷൻ പ്രോസസ്സിന് വിധേയമായിട്ട് അതിൽ നിന്നും റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകുന്നു. റിപ്രസർ പ്രോട്ടീൻ റിപ്രസർ mRNA ട്രാൻസ്ലേറ്റ് ഇൻറ്റു റിപ്രസർ പ്രോട്ടീൻസ്. ഈ റിപ്രസർ പ്രോട്ടീൻസ് ഉണ്ടായി കഴിയുമ്പോൾ ഇവിടെ ആ സ്ഥലത്ത് നമുക്ക് എന്തുണ്ട്? ഇൻഡ്യൂസർ ഉണ്ട്. ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? ലാക്ടോസ് ആണ്. അതാ പറഞ്ഞത് ഇൻ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ ആണ്. ഇൻഡ്യൂസർ ഉണ്ടെങ്കിൽ ഇൻഡ്യൂസർ ലാക്ടോസ് ആകാം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു ഫോമായ അലോ ലാക്ടോസ് ആകാം. ഇൻഡ്യൂസർ ഉണ്ടാകുമ്പോൾ ഈ ഇൻഡ്യൂസർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കൂ. ഈ ഇൻഡ്യൂസർ പോയിട്ട് റിപ്രസർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യും. റിപ്രസർ പ്രോട്ടീനുമായിട്ട് ഇൻഡ്യൂസർ ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോൾ റിപ്രസർ എന്താകുന്നു? ഇനാക്റ്റീവ് ആകുന്നു. ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള റിപ്രസർ പ്രോട്ടീൻ ഇനി ഇവിടെ പോയി ഇരിക്കാൻ പറ്റില്ല. നേരത്തെ ഈ ഒരു ഷേപ്പിൽ ഇരുന്നപ്പോൾ അതിന് ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യാൻ പറ്റി. റിപ്രസർ ബൈൻഡ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു 3 ഡയമെൻഷണൽ കോൺഫിഗറേഷൻ മാറുന്നു. മാറിക്കഴിയുമ്പോഴത്തേക്കും ആ പ്രോട്ടീനിന് പിന്നെ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഷേപ്പ് മാറിപ്പോയി. അപ്പോൾ ആ സന്ദർഭത്തിൽ എന്ത് സംഭവിക്കും? RNA പോളിമറേസ് വന്ന് പ്രൊമോട്ടർ റീജിയനിൽ ബൈൻഡ് ചെയ്യും. നേരത്തെ RNA പോളിമറേസിന് വർക്ക് ചെയ്യാൻ പറ്റാതിരുന്നതിൻ്റെ കാരണം ഈ റിപ്രസർ പ്രോട്ടീൻ ഇവിടെ ഇരുന്നതാണ്, ഓപ്പറേറ്റർ റീജിയനിൽ ഇരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ അവിടെ റിപ്രസർ പ്രോട്ടീൻ ഇല്ല. കാരണം റിപ്രസർ പ്രോട്ടീൻ ഇനാക്റ്റീവായി. ആര് ഇനാക്റ്റീവ് ആക്കി? ഇൻഡ്യൂസർ അല്ലെങ്കിൽ ലാക്ടോസ് അവിടെ ഇനാക്റ്റീവ് ആക്കി. Now operator region is free. Then what happens? Inducer inactive repressor could not bind it to the operator, so RNA polymerase bind it to promoter region. So what will happen? lac mRNA will produce, transcribed into lac mRNA. RNA polymerase transcribes lac mRNA. lac mRNA translation വിധേയമാകുന്നു. പ്രോട്ടീൻ സിന്തസിസ് നടന്നിട്ട് ലാക്ക് പ്രോട്ടീൻസ് ഉണ്ടാകുന്നു. ഏതൊക്കെയാണ്? ബീറ്റാ ഗാലക്ടോസിഡേസ്, ഇസഡ് ജീനിൽ നിന്നും ബീറ്റാ ഗാലക്ടോസിഡേസ്, വൈ ജീനിൽ നിന്നും പെർമിയേസ്, എ ജീനിൽ നിന്നും ട്രാൻസ് അസറ്റിലേസ്. അങ്ങനെ 3 ലാക്ക് പ്രോട്ടീനും സിന്തസൈസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ എങ്ങനെ ഇവിടെ ഈ ഒരു റെഗുലേറ്റർ ജീനും ഓപ്പറേറ്റർ ജീനുമാണ് പ്രധാനമായിട്ടും ഈ ഒരു ഒപ്പറോണിനെ കൺട്രോൾ ചെയ്യുന്നത്. റെഗുലേറ്റർ ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിപ്രസർ പ്രോട്ടീനും അതുപോലെ തന്നെ ഈ ഓപ്പറേറ്റർ റീജിയനിൽ പോയി അത് ബൈൻഡ് ചെയ്യുന്നതും കാരണം ഈ ഒരു ഒപ്പറോൺ മെക്കാനിസം കൺട്രോൾ ചെയ്യപ്പെടുന്നു. ഇൻഡ്യൂസറിൻ്റെ പ്രസൻസിൽ ഇതിൻ്റെ സിന്തസിസിൻ്റെ ആവശ്യമില്ല, ലാക് പ്രോട്ടീനിൻ്റെ സിന്തസിസിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇൻഡ്യൂസറിൻ്റെ പ്രസൻസിൽ ഇതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇൻഡ്യൂസർ എന്ത് ചെയ്യും? റിപ്രസർ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്യും. അങ്ങനെ റിപ്രസർ പ്രോട്ടീൻ ഇനാക്റ്റീവ് ആകും. ഇനാക്റ്റീവ് ആയിട്ടുള്ള റിപ്രസർ പ്രോട്ടീനിന് പിന്നെ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. സോ RNA polymerase bind to the promoter region and transcription of structural genes takes place. Diagram ഒന്നുകൂടെ നോക്കാം. Regulatory gene transcribes into repressor mRNA. Regulatory gene നിന്നും repressor mRNA ഉണ്ടാകുന്നു. Repressor mRNA translates into repressor protein ഉണ്ടാകുന്നു. Inducer such as lactose or allolactose binds with the repressor protein and it becomes inactive. ഇവിടെ ഇൻഡ്യൂസർ ആയിട്ട് ലാക്ടോസ് ആണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അലോലാക്ടോസ് ആണ്. അത് വന്ന് റിപ്രസർ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്യുമ്പോൾ റിപ്രസർ പ്രോട്ടീൻ ഇനാക്റ്റീവ് ആയിട്ട് മാറുന്നു. ഇനാക്റ്റീവ് റിപ്രസർ കുഡ് നോട്ട് ബൈൻഡ് ടു ഓപ്പറേറ്റർ. ഈ റിപ്രസറിന് പിന്നെ ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. So RNA polymerase bind to promoter region. RNA polymerase promoter region bind ചെയ്യുന്നു. RNA polymerase transcribes lac mRNA. lac mRNA ഉണ്ടാകുന്നു.
Thus the transcription of the structural gene takes place. ഇനി എങ്ങനെയാണ് DNA fingerprinting നടത്തുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. The techniques involved southern blot hybridization using radio labeled VNTR as a probe. ഈ ഒരു ടെക്നിക്ക് അലക് ജെഫ്രീസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് മുന്നോട്ട് വെച്ച ടെക്നിക്കിന് പറയുന്ന പേരാണ് സദേൺ ബ്ലോട്ടിംഗ് ടെക്നിക്ക് എന്ന് വിളിക്കും. Southern blot hybridization using radio labeled VNTR as a probe. അതായത് ഒരു റേഡിയോ ആക്റ്റീവ് ലേബൽ ചെയ്ത DNA പ്രോബായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസൊലേഷൻ ഓഫ് DNA. ഇപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിംഗ് നടത്തേണ്ട DNA ഏതാണോ ആ DNA ഐസൊലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ബ്ലഡ് സ്റ്റെയിനിൽ നിന്നും എടുക്കാം, ഹെയർ ഫോളിക്കിൾസിൽ നിന്നും എടുക്കാം, ഇപ്പോൾ സെമൻ സ്റ്റെയിൻ എടുക്കാം, സലൈവയിൽ നിന്നെടുക്കാം, ബോണിൽ നിന്നെടുക്കാം, എവിടെ നിന്നായാലും ഒരു സെല്ല് കിട്ടിയാൽ മതി. DNA ഉള്ള ഒരു സെല്ല് കിട്ടിയാൽ തീർച്ചയായിട്ടും ആ സെല്ലിൽ നിന്നും DNA എന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏത് DNA ആണോ അതിൻ്റെ ഫിംഗർ പ്രിൻറ്റിംഗ് നടത്തേണ്ടത് ആ DNA എന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്ത് എടുക്കുക. അതിൻ്റെ സാമ്പിളിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് എടുക്കുക DNA. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഈ ഒരു എൻസൈം ഓർക്കുക, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈംസിനെയാണ് ബയോളജിക്കൽ സിസേഴ്സ് എന്ന് പറയുന്നത്, ജൈവ കത്രിക എന്ന് പറയുന്നത്. ഈ എൻസൈംസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, DNA അത് പല പീസസ് ആയിട്ട് കട്ട് ചെയ്യും. എസ്പെഷ്യലി പാലിൻഡ്രോമിക് സീക്വൻസ് നിങ്ങൾ പഠിക്കുന്നത്, പാലിൻഡ്രോമിക് സീക്വൻസ് വരുന്ന റീജിയൻസിൽ വെച്ചിട്ട് DNA കട്ട് ചെയ്യും. റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ പ്രത്യേകതയാണ് DNA കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻസൈം. അപ്പോൾ ഫസ്റ്റിൽ DNA ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു, എന്നിട്ട് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഉപയോഗിച്ച് DNA പല കൊച്ചു ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ്. ഈ കട്ട് ചെയ്ത DNA ഫ്രാഗ്മെൻറ്റ്സിനെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. എങ്ങനെയാണ്, ബൈ ഇലക്ട്രോഫോർസിസ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്. ഇലക്ട്രോഫോർസിസ് എന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് DNA സെപ്പറേറ്റ് ചെയ്തെടുക്കുക, DNA ഫ്രാഗ്മെൻറ്റ്സിനെ. അപ്പോൾ DNA ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നു, ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്യുന്നു. അടുത്ത് ഇലക്ട്രോഫോർസിസ് ടെക്നിക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ് ഇലക്ട്രോഫോർസിസ് ടെക്നിക്ക് എന്ന് നോക്കാം. ഇലക്ട്രോഫോർസിസ് ടെക്നിക്കിൽ ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട്, ഇവിടെ കാണാൻ പിക്ചറിൽ പോസിറ്റീവ് ഇലക്ട്രോഡ് ഉണ്ട്, നെഗറ്റീവ് ഇലക്ട്രോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു അഗറോസ് ജെൽ മീഡിയമാണ്. അഗറോസ് ജെൽ മീഡിയമാണ്. ഇവിടെ കൊച്ചു കുഴികളുണ്ടാകും, വെൽസ് എന്ന് വിളിക്കും. ഈ വെൽസിനകത്തേക്ക് ഏത് DNA ആണോ സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടത് ആ DNA ഫ്രാഗ്മെൻറ്റ്സ് അടങ്ങിയ സാമ്പിള് ഇവിടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇലക്ട്രോൺസിനെ കണക്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി ഇതുവഴി പാസ് ചെയ്യുമ്പോഴത്തേക്കും ഈ DNA ഫ്രാഗ്മെൻറ്റ്സ് അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചത് മൂവ് ചെയ്യും. ഈ പിക്ചർ നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു എക്സ്റേ റേഡിയോഗ്രാഫാണ്. ഈ പിക്ചർ നോക്കുമ്പോൾ കാണാം, ഇത് നോക്കൂ, ലോങ്ങർ ബാൻഡ്സ്, ഷോർട്ടർ ബാൻഡ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ DNA അവയുടെ നീളം അനുസരിച്ച്, ലെങ്ത് അനുസരിച്ച്, എത്ര ചെറിയ DNA ഫ്രാഗ്മെൻറ്റ്സ് ആണെങ്കിൽ കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് പോരും, വലിയ ഫ്രാഗ്മെൻറ്റ്സ് ആണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഫ്രാഗ്മെൻറ്റ്സുകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇലക്ട്രോഫോർസിസ് ടെക്നിക്ക് വഴി ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട് DNA ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ടെക്നിക്കാണ് ഇലക്ട്രോഫോർസിസ്. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു സ്റ്റെപ്പ്? ആദ്യം DNA ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു, അടുത്ത് റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്യുന്നു, ജെൽ ഇലക്ട്രോഫോർസിസ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് DNA ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത ടെക്നിക്ക് എന്താണ്? ട്രാൻസ്ഫറിങ് ഓർ ബ്ലോട്ടിംഗ് ഓഫ് സെപ്പറേറ്റഡ് DNA fragments to synthetic membranes such as nitrocellulose.
ഓർ നൈലോൺ. ഇനി ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് നടത്തുക. ഇവിടെ ജെൽ ഇലക്ട്രോഫോറസിസ് ഉപയോഗിക്കുമ്പോൾ DNA ഡിഫറൻറ്റ് ചെറിയ ഫ്രാഗ്മെൻസും വലിയ ഫ്രാഗ്മെൻസും ഒക്കെ ആയിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് വരും. ഈ സെപ്പറേറ്റ് ചെയ്ത് വരുന്ന ഫ്രാഗ്മെൻസിനെ അടുത്ത് ട്രാൻസ്ഫർ ടു നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ സിന്തറ്റിക് മെംബ്രെയിൻ. ഈ മെംബ്രെയിനിലേക്ക് ഇതിനെ മാറ്റുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. ട്രാൻസ്ഫർ ടു നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ മെംബ്രെയിനിലേക്ക് ഇലക്ട്രോഫോറസിസ് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് DNA മാറ്റുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഹൈബ്രിഡൈസേഷൻ യൂസിങ് ലേബൽഡ് VNTR പ്രോബ്. അപ്പോൾ ഈ DNAയുമായിട്ട് മാച്ച് ചെയ്യാവുന്ന DNA, ആ DNAയുടെ കുഞ്ഞു കുഞ്ഞു പീസസുകൾ ഉണ്ടാകും. അപ്പോൾ അത് റേഡിയോ ആക്റ്റീവ് ലേബൽ ചെയ്തിരിക്കും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് VNTR പ്രോബ് എന്ന് വിളിക്കും. അപ്പോൾ ഇതുമായിട്ട് ഹൈബ്രിഡൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് അടുത്ത ടെക്നിക്ക്. ഹൈബ്രിഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പിക്ചറിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ DNAയുടെ ഫ്രാഗ്മെൻസുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് റേഡിയോ ആക്റ്റീവ് ലേബൽ ചെയ്ത VNTR പ്രോബ് എന്ന് പറയുന്നത്. ഈ VNTR പ്രോബ് ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഫ്രാഗ്മെൻറ്റുമായിട്ട് ജോയിൻ ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെയിം DNA ഫ്രാഗ്മെൻസുമായിട്ട് അതിൻ്റെ മാച്ചിങ് ഫ്രാഗ്മെൻസുമായിട്ട് ഇത് ജോഡി ചേരും. ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഫ്രാഗ്മെൻറ്റുമായിട്ട് ഇവിടെ മാച്ച് ചെയ്തു, ഇവിടെ ജോയിൻ ചെയ്തു, കണ്ടോ? അടുത്തത് ഇവിടുത്തെ ഈ ഫ്രാഗ്മെൻസുമായിട്ട് ഇവിടെ ജോയിൻ ചെയ്തു, അതുപോലെ ഈ ഫ്രാഗ്മെൻറ്റുമായിട്ട് ഇവിടെ ജോയിൻ ചെയ്തു, ഹൈബ്രിഡൈസ് ചെയ്തു. അപ്പോൾ അതാണ് ഈ ടെക്നിക്കിൽ നടക്കുന്നത്. ഹൈബ്രിഡൈസേഷൻ യൂസിങ് ലേബൽഡ് VNTR പ്രോബ്. നേരത്തെ റേഡിയോ ആക്റ്റീവ് ലേബൽ ചെയ്ത ഒരു VNTR വേരിയബിൾ നമ്പർ ടാൻഡർ റിപ്പീറ്റ്സിൻ്റെ ഒരു പ്രോബ് DNA ഉണ്ടാകും. ആ പ്രോബ് DNAയുമായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത DNA ഫ്രാഗ്മെൻറ്റ് ഹൈബ്രിഡൈസ് ചെയ്യുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഓട്ടോ റേഡിയോഗ്രഫി. എക്സ്റേ മെത്തേഡ് ഉപയോഗിച്ച്, റേഡിയോഗ്രഫി മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യുക. ഏതൊക്കെ ഫ്രാഗ്മെൻ്റാണ് ഇങ്ങനെ ഹൈബ്രിഡൈസ് ചെയ്തത് അത് മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു DNA ഫിംഗർ പ്രിൻ്റാണ്. അപ്പോൾ ഈ രീതിയിലാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നത്. എന്തൊക്കെ മെത്തേഡുകളാണ്, എന്തൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു പോകുന്നത്? അപ്പോൾ ഈ ഒരു ഓട്ടോ റേഡിയോഗ്രഫി ടെക്നിക്കിൻ്റെ ഒരു പിക്ചർ കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഹൈബ്രിഡൈസ്ഡായി, ആ ഹൈബ്രിഡൈസ് ആയ സാധനം ഒന്ന് എക്സ്റേ ഫിലിം എടുത്തപ്പോഴത്തേക്കും ആ ബാൻഡുകൾ വ്യക്തമായിട്ട് ഏതൊക്കെ ബാൻഡാണോ, ഈ ബാൻഡ് ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുണ്ട്, ഇത് ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുണ്ട്, ഇത് ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുണ്ട്, ആ ബാൻഡുകൾ നമുക്ക് ഓട്ടോ റേഡിയോഗ്രഫി ടെക്നിക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്റ്റെപ്പുകൾ ഒന്നുകൂടെ നോക്കാം. ഐസൊലേഷൻ ഓഫ് DNAയെ ഐസൊലേറ്റ് ചെയ്തെടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ഉപയോഗിച്ച് DNAയെ കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മുറിക്കുക. സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് DNA ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുക. ട്രാൻസ്ഫറിങ് ഓർ ബ്ലോട്ടിംഗ് ഓഫ് സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെൻറ്റ് ടു സിന്തറ്റിക് മെംബ്രെയിൻസ് സച്ച് ആസ് നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ. ഈ ഇലക്ട്രോഫോറസിസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെൻറ്റ്സിനെ നൈട്രോസെല്ലുലോസോ ഓർ നൈലോൺ പേപ്പറിലേക്ക് ബ്ലോട്ട് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. അടുത്തതോ ഹൈബ്രിഡൈസേഷൻ യൂസിങ് ലേബൽഡ് VNTR പ്രോബ്. ലേബൽഡ് VNTR പ്രോബ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ലേബൽ ചെയ്ത DNA ആണ് VNTR പ്രോബ്. അതുമായിട്ട് ഇതിനെ ഹൈബ്രിഡൈസ് ചെയ്യുക. ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് DNA ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഓട്ടോ റേഡിയോഗ്രഫി. ഓട്ടോ റേഡിയോഗ്രഫി ടെക്നിക്ക് ഉപയോഗിച്ച് DNA ഫ്രാഗ്മെൻറ്റ്സ് ഹൈബ്രിഡൈസ് ചെയ്തതിനെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളിലൂടെയാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് കടന്നു പോകുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് പരിശോധിക്കാം. DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എക്സാമ്പിളാണ്. ഒരു ക്രൈം നടന്നു. ആ ക്രൈം നടന്ന സീനിൽ നിന്നും കിട്ടിയ സാമ്പിൾ ബ്ലഡ് സാമ്പിൾ ആകാം, ഓർ അതർവൈസ് നേരത്തെ പറഞ്ഞതുപോലെ ഹെയർ ഫോളിക്കിളോ സ്കിന്നോ സെമനോ സലൈവയോ അങ്ങനെയുള്ള എന്തോ ആയിക്കോട്ടെ, ഒരു റേപ്പോ
അങ്ങനെയെങ്കിലും ഒരു മർഡറോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈം നടന്നു. അപ്പോൾ ആ ഒരു ക്രൈം സീനിൽ നിന്നും കിട്ടിയ ഒരു DNA സാമ്പിളിൻ്റെ VNTR ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി 2 വ്യക്തികളെയാണ് ഈ ക്രൈം ചെയ്തതായിട്ട് സംശയിക്കുന്നത്. ആ വ്യക്തിയുടെ DNA സാമ്പിളിൻ്റെ VNTR ആണ് ഇവിടെ കാണുന്നത്. DNA ഫ്രം ഇൻഡിവിജ്വൽ എ. ഇൻഡിവിജ്വൽ എ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ DNA സാമ്പിൾ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ VNTR ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ 3 ക്രോമസോംസ് ആണ് പരിശോധിക്കുന്നത്. ക്രോമസോം 7ഉം ക്രോമസോം 2ഉം ക്രോമസോം 16ഉം. ഇനി സംശയിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് ഇൻഡിവിജ്വൽ ബി. അപ്പോൾ ഇവിടെ ഓർക്കുക, ക്രൈം സീനിൽ നിന്നും കിട്ടിയ DNA സാമ്പിളാണിത്. ഇത് എ എന്ന് പറയുന്ന ഇൻഡിവിജ്വലിൻ്റെ DNA സാമ്പിൾ, ഇത് ബി എന്ന് പറയുന്ന ഇൻഡിവിജ്വലിൻ്റെ DNA സാമ്പിൾ. അപ്പോൾ ഈ 2 വ്യക്തികളെയാണ് സംശയിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ ക്രൈം ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എങ്ങനെയാണ് സഹായിക്കുക? നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് എന്തിനെയാണ്? VNTR ആണ് പരിശോധിക്കുന്നത്. VNTR എന്ന് പറയുമ്പോൾ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞു 2 വ്യക്തികളുടെ VNTR ഒരിക്കലും ഒരുപോലെ വരില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ, DNA പോളിമോർഫിസം. അപ്പോൾ ഈ വ്യക്തി ക്രൈം സീനിൽ നിന്നും കിട്ടിയ DNAയുടെ VNTR ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നാമത്തെ വ്യക്തിയുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ക്രോമസോം നമ്പർ 7 പരിശോധിച്ച് നോക്കൂ. ക്രോമസോം നമ്പർ 7ൽ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന VNTR ഇൻഡിവിജ്വൽ എക്കുണ്ടോ? എയുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇൻഡിവിജ്വൽ ബിയുമായിട്ട് മാച്ച് ആകുന്നുണ്ടോ? യെസ്, തീർച്ചയായിട്ടും ഇത് രണ്ടും തമ്മിൽ മാച്ച് ആകുന്നുണ്ട്. ഇനി അതുപോലെ ക്രോമസോം നമ്പർ 7 VNTR പരിശോധിക്കൂ. അപ്പോൾ ഇവിടെ ഈ ക്രോമസോം നമ്പർ എയുമായിട്ടാണോ അതോ ബിയുമായിട്ടാണോ മാച്ച് ചെയ്യുന്നത് നോക്കുക. ക്രോമസോം നമ്പർ 16 പരിശോധിച്ച് നോക്കുക. ഇത് എ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടാണോ ബി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടാണോ മാച്ച് ആകുന്നത്? അപ്പോൾ ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ക്രോമസോം 7ഉം ക്രോമസോം 16ഉം. ക്രോമസോം 7ഉം ക്രോമസോം 16ഉം മാച്ച് ആകുന്നത് തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ ബിയുമായിട്ടാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ക്രോമസോം നമ്പർ 2 സ്ലൈറ്റ് വേരിയേഷൻസേ ഉള്ളൂ 2 വ്യക്തിയും തമ്മിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടാവുക ആരായിരിക്കും? ഇൻഡിവിജ്വൽ ബി ആയിരിക്കും. കാരണം ക്രൈം സീനിൽ നിന്നും കിട്ടിയ DNAയുടെ ഫിംഗർ പ്രിൻ്റ് മാച്ച് ആകുന്നത് DNA ഫ്രം ഇൻഡിവിജ്വൽ ബി ആണ്. അപ്പോൾ ഇതിന് നമ്മളെ സഹായിച്ചത് എന്താണ്? ഈ പറയുന്ന VNTR ആണ്. വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് ആണ് നമ്മളെ സഹായിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓട്ടോ റേഡിയോഗ്രാഫ് അല്ലെങ്കിൽ DNA ബാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ കൂടെ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് ക്രോമസോം നമ്പർ 7 ആണ്. അപ്പോൾ ക്രോമസോം നമ്പർ 7 എ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്രോമസോം നമ്പർ 7 ഇലക്ട്രോഫോറസിസ് വിധേയമാക്കിയതിന് ശേഷം ആട്ടോ റേഡിയോഗ്രഫി ചെയ്ത് എടുക്കുന്ന എക്സ്റേ ഫിലിമിൽ, ആട്ടോ റേഡിയോഗ്രഫി കഴിഞ്ഞിട്ടുള്ള ഫിലിമിൽ വരുന്ന ബാൻഡാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ കളറിൽ റെഡ് കളറിൽ കാണുന്നതാണ് ക്രോമസോം നമ്പർ 7. ഈ കളറിൽ കാണുന്നതാണ് ക്രോമസോം നമ്പർ 2. ഇവിടെ 2 ബാൻഡ് കാണാം. 2 ക്രോമസോമിൻ്റെയും 2 ബാൻഡ് വീതം കാണാം. ഇനി ക്രോമസോം നമ്പർ 16ഉം നമുക്കിവിടെ 2 ബാൻഡ് കാണാം. ഈ കളറിൽ ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഒരെണ്ണം ഇവിടെയുണ്ട്. അപ്പോൾ ഈ 2 ബാൻഡ് റെപ്പറ്റേറ്റീവ് സീക്വൻസസ് എണ്ണം കൂടിയത് താഴത്തെ ബാൻഡിൽ കാണും, എണ്ണം കുറഞ്ഞത് മേളിൽ കാണും. ഇലക്ട്രോഫോറസിസ് നടക്കുമ്പോൾ റെപ്പറ്റേറ്റീവ് സീക്വൻസസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ അത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് കുറവായിരിക്കും. ഇനി അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ബിയുടെയും പരിശോധിച്ച് നോക്കൂ. ഇവിടെ ഈ കളറിൽ കാണുന്ന റെഡ് കളറിൽ കാണുന്നതാണ് ക്രോമസോം നമ്പർ 7. ഈ കാണുന്നത് ക്രോമസോം നമ്പർ 2. ഈ 2. ഇനി ഇത് രണ്ടും ക്രോമസോം 16. ഇത് രണ്ടും. അപ്പോൾ ഈ രീതിയിൽ ബാൻഡ് ഫോർമേഷൻ നമുക്ക് ആട്ടോ റേഡിയോഗ്രഫി ഫിലിം എടുക്കുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും. ഇനി നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കിയാലോ? ഈ ഫിലിമും കൂടെ വെച്ചൊന്ന് മാച്ച് ചെയ്ത് നോക്കിയാലോ? നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് സി ആണ്. സിയുടെ അല്ലെങ്കിൽ ക്രൈം സീനിൽ നിന്നും കിട്ടിയ
ഓട്ടോ റേഡിയോഗ്രഫി ടാൻഡം റിപ്പീറ്റ്സിൻ്റെ ബാൻഡാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് ആരുമായിട്ടാണ് മാച്ച് ആകുന്നത്? ഇവിടെ നോക്കിയാൽ കാണാം, സിയുടെ ഈ 2 ക്രോമസോം നമ്പർ 7ഉം അതുപോലെ ഇവിടെ മാച്ച് വരുന്നുണ്ട്. അതുപോലെ ക്രോമസോം നമ്പർ 2 ഇതുപോലെ വരുന്നുണ്ട്. ക്രോമസോം നമ്പർ 16 അതും ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക, കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? It is clear that the banding pattern of DNA from crime scene matches with the individual B and not with A. Individual B യുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. That means the crime is done by the individual B. ഇനി എന്തൊക്കെയാണ് DNA fingerprintingന്റെ ആപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. Since DNA from every tissue such as blood, hair follicle, skin, bone, saliva, sperm, etc. from an individual shows the same degree of polymorphism. ബ്ലഡ് ആയാലും, ബ്ലഡ് സാമ്പിളിൽ നിന്നെടുക്കുന്ന സെല്ലായാലും, സ്കിന്നിൽ നിന്നെടുക്കുന്ന സെല്ലായാലും, ഹെയർ ഫോളിക്കിൽ നിന്നെടുക്കുന്ന സെല്ലോ, ബോണിൽ നിന്നോ സലൈവയിൽ നിന്നോ സ്പേം സെൽസിൽ നിന്നോ എടുക്കുന്ന എവിടെ നിന്നെടുക്കുന്ന സെല്ലായാലും അതെല്ലാം സെയിം ഡിഗ്രി ഓഫ് പോളിമോർഫിസം ആയിരിക്കും കാണിക്കുക. VNTR സെയിം ആയിരിക്കും. They become very useful identification tool for forensic application. Since DNA from every tissue such as blood, hair follicle, skin, bone, saliva, sperm, etc. from an individual show the same degree of polymorphism. അപ്പോൾ ആ ഇൻഡിവിജ്വലിൻ്റെ ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്ന് എവിടെ നിന്ന് എടുക്കുന്ന സെല്ലായിരിക്കും അതിൽ ഈ ക്രോമസോംസുകൾ കാണിക്കുന്ന polymorphism സെയിം ആയിരിക്കും. Further, as the polymorphisms are inheritable from parents to children, DNA fingerprinting is the basis of paternity testing in case of disputes. അപ്പോൾ പെറ്റേണിറ്റി ഡിസ്പ്യൂട്ട്സുകൾ ഉണ്ടാകാറുണ്ട്, പിതൃ തർക്കം ഉണ്ടാകാറുണ്ട്, കുഞ്ഞിൻ്റെ അച്ഛൻ ആര് എന്നുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരം തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ DNA ഫിംഗർ പ്രിൻറ്റിംഗ് അതിനൊരു ഉത്തരം കണ്ടെത്തുവാൻ സഹായിക്കും. അപ്പോൾ ഫാദറിൻ്റെയും കുട്ടിയുടെയും DNA പരസ്പരം മാച്ച് ചെയ്യുമ്പോൾ VNTR ആൾമോസ്റ്റ് സിമിലാരിറ്റി കാണിക്കുന്ന VNTR ആയിരിക്കും. സിമിലർ ആയിരിക്കില്ല, ബട്ട് സിമിലാരിറ്റി പെർസെൻറ്റേജ് കൂടുതലായിരിക്കും ഫാദറിൻ്റെയും ചിൽഡ്രൻ്റെയും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡയഗ്നോസിസ് ഓഫ് ജനറ്റിക് ഡിസീസ്. ജനറ്റിക് ഡിസീസസുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് കണ്ടെത്തുവാൻ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഉപയോഗിക്കാൻ സാധിക്കും. It is used in the determination of phylogenetic status of animals. ഒരു അനിമലിനെ നമുക്ക് കിട്ടി, ആ അനിമൽ ഏത് ഫൈലത്തിൽ വരും എന്ന് കണ്ടെത്തുവാൻ നമുക്ക് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഏത് ഫൈലത്തിൽ വരുന്ന അനിമലുമായിട്ടാണ് അതിൻ്റെ DNA മാച്ച് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഓർഗാനിസത്തിനെ ഏത് ഫൈലത്തിലേക്ക് അസൈൻ ചെയ്യണമോ ആ ഫൈലത്തിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാൻ സാധിക്കും. ഇതാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ്. For video lessons, please subscribe TLP's biology classes. Thank you.